നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ വിതരണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കർഷക പെൻഷൻ ഉള്ളവർക്കൊക്കെ 5-10 ദിവസങ്ങളൊക്കെ സമയമെടുക്കുമെന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കർഷക പെൻഷൻ വരാനുള്ളവർക്കൊക്കെ നിങ്ങളുടെ തുക അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ബാക്കി എല്ലാവർക്കും 3200 രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കേന്ദ്രവിഹിതമായ തുകകൾ എത്തുന്നില്ല എന്ന് നിരവധി കംപ്ലൈന്റുകൾ വരുന്നുണ്ട്. DBTയുടെ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ തുക എത്താത്തത്. നിങ്ങൾക്ക് ഈ ഒരു കേന്ദ്രവിഹിതമായ DBT ട്രാൻസാക്ഷൻ വഴി എത്തുന്ന തുകകൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്, നിങ്ങളുടെ DBT എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് 200 രൂപയുടെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഈ കേന്ദ്രവിഹിതങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ വന്നോളും. ബാക്കി പെൻഷൻ വരുന്ന അക്കൗണ്ടിലേക്ക് ആ തുക എത്തിക്കോളും. കേന്ദ്രവിഹിതങ്ങളെല്ലാം ഈ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അതുമാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ പോയി നിങ്ങളുടെ DBT എനേബിൾ ആക്കാൻ ശ്രമിക്കുക. കാരണം DBT ട്രാൻസാക്ഷൻ വഴി ഈ ഒരു കേന്ദ്രവിഹിതം നിങ്ങൾക്ക് എത്തുന്നത് നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്കാണ്. അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു തുക നിങ്ങൾക്ക് ലഭ്യമാകാതെ വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കേന്ദ്രവിഹിതങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ എത്തുന്നതാണ്. അതിനും ഏറ്റവും എളുപ്പമുള്ള മാർഗം നിങ്ങളുടെ ബാങ്കിൽ പോയി DBT എനേബിൾ ചെയ്യുന്നതാണ് നല്ലത്. കാരണം പോസ്റ്റ് ഓഫീസിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ അത് എടുക്കാനായിട്ടൊക്കെ പോകേണ്ടി വരും. അതിനും എളുപ്പം നിങ്ങൾ അക്കൗണ്ടുള്ള ബാങ്കിൽ ചെന്നിട്ട് അതിൻ്റെ KYC അപ്ഡേഷൻ ചെയ്യുക എന്നുള്ളതാണ്. DBT എനേബിൾ ആക്കി തരാൻ പറഞ്ഞാൽ മതി. ബാങ്കിൽ DBT എനേബിൾ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ കേന്ദ്രവിഹിതം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ അക്കൗണ്ടിൽ വന്നോളും. അതുപോലെ തന്നെ നമുക്ക് ഇനിയും നിലവിലുള്ളത് നവംബർ ഡിസംബർ മാസത്തെ കുടിശ്ശികയാണ്. അതെന്തായാലും ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ ആ കുടിശ്ശിക തന്നു തീർക്കുമെന്നുള്ള ഒരു അപ്ഡേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3200 രൂപ നമുക്ക് ഉടൻ തന്നെ എത്തുന്നതാണ്. നമുക്ക് ആ 2 കുടിശ്ശികകളും കൂടി എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് 2024 എല്ലാ കുടിശ്ശികയും പൂർത്തീകരിക്കും. വീണ്ടും നമുക്ക് ജനുവരി മുതലുള്ളതാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 2 വിതരണം ഒരുപോലെ തന്ന് അടുത്ത തവണ 2 കൂടെ തന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാം പരിഹരിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരിക്കും വിതരണം ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് കുടിശ്ശികയായിട്ടുള്ള തുകകളെല്ലാം ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ തന്നെ തന്നു പൂർത്തീകരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം.